നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാലക്കാട്ട് CPM വിമതർ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. വിമതരുടെ പാർട്ടിയിൽ PK ശശിയെയും ഉൾപ്പെടുത്താൻ ശ്രമമുണ്ട്. കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPM വിമതരുടേതാണ് സംയുക്ത നീക്കം. UDFിൻ്റെ പിന്തുണയും ഇവർക്കുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട്ട് CPMലെ പൊട്ടിത്തെറി പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ രൂപം കൊള്ളുകയാണ്. അവർ പുതിയ വിമത മുന്നണി അല്ലെങ്കിൽ വിമതരെല്ലാം ചേർന്ന ഒരു മുന്നണി ഉണ്ടാക്കുന്നു. PK ശശിയെ അതിൻ്റെ നേതാവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് പാലക്കാട് മറികടക്കുക വലിയ കടമ്പയായി തീരുമല്ലോ. അരുൺ ആലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും പാലക്കാട് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി എന്ന പേരിലാണ് ഈ വിമതരെല്ലാം ചേർന്ന് പുതിയ പാർട്ടി അല്ലെങ്കിൽ മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിൽ നിന്നുള്ള CPM വിമതരാണ് ഇത്തരത്തിലൊരു മുന്നണി രൂപീകരിക്കാൻ വേണ്ടിയുള്ള സജീവ നീക്കവുമായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത്. ഇവർ ഉടൻ തന്നെ വിമതരുടെ ഒരു യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമത കൺവെൻഷൻ ഉൾപ്പെടെ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണം ചെയ്യുമെന്നുള്ളത് തർക്കമേ ഇല്ല. ഈ വിമതരെ സംബന്ധിച്ചിടത്തോളം അവർ PK ശശിയെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സജീവ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ കൊഴിഞ്ഞാമ്പാറ മേഖലയിലാണെങ്കിലും മണ്ണാർക്കാടാണെങ്കിലും ഒക്കെ വിമതർ തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ജില്ലയിൽ ഒട്ടുക്കെ വിമതരായ ആളുകളുടെ ഒരു ഏകീകരണം അത് പാർട്ടിക്കെതിരെ നടത്തുക, CPMനെതിരെ നടത്തുക എന്നുള്ളത് തന്നെയാണ് വിമത നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ PK ശശിയുടെ നീക്കങ്ങൾ ഉൾപ്പെടെ CPM സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. KTDC ചെയർമാൻ ഉൾപ്പെടെ PK ശശി ഉടൻ രാജിവെക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം VSൻ്റെ PA ആയിരുന്ന സുരേഷിനെയും ഈ കോൺഗ്രസിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ CPM വിമതരെല്ലാം ചേർന്ന് പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ തിരിയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പാലക്കാട് ഇത്തരത്തിൽ CPM വിമതരെല്ലാം ചേർന്നൊരു മുന്നണി രൂപീകരിക്കുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ CPMൽ നിന്നുള്ള PK ശശി ഉൾപ്പെടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് PK ശശിക്ക് ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ഒക്കെ സീറ്റ് നൽകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം KC വേണുഗോപാൽ ഉൾപ്പെടെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഇവർ PK ശശിയുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ശശിയെ ഒറ്റപ്പാലത്തേക്ക് എത്തിച്ച് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് വലിയ രീതിയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷം ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ വിമതരെല്ലാം ചേർന്നൊരു പുതിയ മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് സജീവമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. പാലക്കാട് ജില്ലയിൽ CPM വിമതർ എല്ലാം കൂടി സംയുക്തമായി ഒരു പുതിയ മുന്നണിക്ക് രൂപം നൽകാൻ പോകുന്നു. വിമത മുന്നണിക്ക് UDF പിന്തുണ നൽകാനും സാധ്യതയുണ്ട് എന്നുള്ള രാഷ്ട്രീയ റിപ്പോർട്ടാണ് നൽകുന്നത് അരുൺ ആലത്തൂർ.